മുരുക ആ എന്നാ നോക്ക്. ചുമ്മാ ഇരടാ. ബിജു 2 ചായ. ഇതെന്താ ഹോട്ടലാണോ? എനിക്ക് 2 കൈയുള്ളൂ. ചായ ഇട്ടിരുന്നാൽ ലഞ്ച് ഉണ്ടാക്കാൻ പറ്റില്ല. ഇവനെയൊക്കെ എങ്ങനെ ഒരു വീട്ടിലേക്ക് എത്തിച്ചു വിടുന്നെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പൊ ഇവനെയോ? ഇവനെ കെട്ടിച്ചു വിട്ടാ കുറെ പെമ്പിള്ളാർ ഇവിടെ ഒന്ന് സത്യാഗ്രഹം ഇരിക്കും. മുരുക അമ്മയുടെ ഫോട്ടോ എന്റെ കയ്യിലിരിക്കുന്നത്. നീ എന്തായി കാണിക്കുന്നു? വരൂ ഡോക്ടർ. ആ ഇത് ഡോക്ടർ വേണു, മകൾ ഗൗരി. ബിലാൽ ഐ ആം ഡോക്ടർ വേണു. ഇരിക്കെ. ടീച്ചർ എപ്പോഴും പറയുമായിരുന്നു. ഡോക്ടർ താ അപ്പുറത്താ താമസിക്കുന്നത്. ഇവിടെ താമസമാക്കിയിട്ട് 7 വർഷമായി. ടീച്ചറിനെ പോലെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ടീച്ചറിന് വേണ്ടി ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇയാളെന്താ പഠിക്കുവാണോ? ഫൈനൽ ഇയർ ലിറ്ററേച്ചർ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ടീച്ചറെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു. നിനക്കെന്താ ഇത്ര നാണം? താങ്ക്സ് ബിജോ. അങ്ങോട്ട് കൊടുക്കട, അങ്ങോട്ട്. പിന്നെ ടീച്ചർ ഒരു വിൽപ്പത്രം തയ്യാറാക്കിയിരുന്നു. നാളെയോ മറ്റന്നാളോ നിങ്ങൾ പോവുകയല്ലേ? കഴിയുമെങ്കിൽ അതിനു മുമ്പ് വക്കീലിനെ ഒന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വക്കീൽ ഓഫീസിൽ കാണാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സി യു ബിജോ. See you. ആ മോളെ. കൊള്ളാം. എരിവും പുളിയില്ലെങ്കിലും ഉപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ കഴിച്ചാ മതി. വേണ്ടങ്ങാതറ. പഠിച്ചില്ലെങ്കിലും ഇവനൊരു ചായക്കടയിട്ടാണെങ്കിലും ജീവിച്ചോളൂ. പഠിത്തത്തിന്റെ കാര്യമൊന്നും ആരും പറയണ്ട. എങ്ങനെയുണ്ട് ബിജുവിന്റെ ചെമ്മീൻ കറി? ബിലാലെ, നീ അവനെ ഒന്ന് നോക്കിക്കേ. നിന്റെ കൈപിടിച്ച ബിജോ വളർന്നത്. കുട്ടിക്കാലത്ത് എല്ലാവരും നഷ്ടപ്പെട്ടതിന്റെ സങ്കടം ഇനിയും അവന് മാറിയിട്ടില്ല. അവൻ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാവരുത്. ദേ, എപ്പോഴും നീയും എഡ്ഡിയും മുരുകനും ബിജോയുടെ കൂടെ ഉണ്ടാവണം. പാവ എഡ്ഡി കുറെ വീഴ്ചകൾക്കിടയിലൂടെ ജീവിതത്തെ എങ്ങനെയൊക്കെയോ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ്. സെലീനയും കുട്ടികളുമാണ് അവന്റെ ഏക സമ്പാദ്യം. അവരെ ദുഃഖിക്കാൻ ഇടവരുന്ന ഒരു കാര്യവും സംഭവിക്കാൻ പാടില്ല. ബിലാലിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ദാ കണ്ടില്ലേ, കുറെ തിന്ന് കാളകളിച്ച് നടക്കുന്നു. ഒരു മാറ്റവും ഇല്ല. ഞാനില്ലെന്ന് വിചാരിച്ച് ഈ വീട്ടിൽ പെൺപിള്ളാരുമായി വന്ന് കയറാമെന്ന് എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് മുരുകനോട് പറഞ്ഞേക്കണം. ഇവർക്കൊക്കെ മുൻപ് എൻ്റെ അടുത്ത് വന്നത് നീയാ, എൻ്റെ ആദ്യത്തെ പുത്രൻ.
ഈ നശിച്ച ലോകത്തെ തിരുത്തണമെന്നുള്ള ടീച്ചറുടെ വിശ്വാസങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് ഞാനിന്ന് സൈമനിട്ട് പണി കൊടുത്തു. പക്ഷേ ആരുടെ മുന്നിലും അടഞ്ഞിട്ടില്ലാത്ത ഈ വീടിൻ്റെ വാതിൽ അന്ന് എൻ്റെ മുന്നിൽ അടഞ്ഞു. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെയും ടീച്ചറുടെയും വഴികൾ രണ്ടാണ്. ഞാനെന്നും എൻ്റെ കണ്ണിലൂടെ മാത്രമേ ലോകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ. ടീച്ചറെ ഫേസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് പിന്നീട് ഞാനിങ്ങോട്ട് വരാതിരുന്നത്. കൈവെള്ളയിൽ കാലന്റെ കണക്കും ശരീരത്തിന് ലക്ഷത്തിന്റെ വിലയുമിട്ടാണ് ഞാൻ എത്ര നാളും ജീവിച്ചത്. മരണത്തിനും ജീവിതത്തിനും ഇടയിലെ ട്രപ്പീസ് കളിക്കാരനായിരുന്നു ബിലാൽ. കണ്ട മാറുപാടുകളുടെയും സിനിമാക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ എറിഞ്ഞു കൊടുത്ത് മരണക്കളി കളിക്കുമ്പോഴാണ് എൻ്റെ ടീച്ചർ ഈ അടുത്ത റോട്ടിൽ ഇത്ര അടുത്ത് ഒരു രാത്രി മുഴുവൻ ചോര വാർന്നു ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ കടന്നു. ഞാൻ എന്തായാലും തൽക്കാലം തിരിച്ചു പോകുന്നില്ല. ബിലാലെ, പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് സഹകരിക്കുകയല്ലേ വേണ്ടത്? അമ്മ നമ്മളെ എടുത്ത അതേ തെരുവിലേക്ക് നിന്ന് മടങ്ങിപ്പോകുന്നതിനെ കുറിച്ചാണ് ബിലാൽ പറയുന്നത്. മേരി ടീച്ചറിന്റെ വിശ്വാസങ്ങളെ ഒരിക്കൽ കൂടി തോൽപ്പിക്കുക. ആ പഴയ കുപ്പയുടെ എനിക്കൊരു താല്പര്യമില്ല. ഈ നാറിയ തെരുവിലേക്ക് മടങ്ങിപ്പോനായിരുന്നെങ്കിൽ അമ്മ നമ്മളെ വളർത്തി എന്തിനാണ്? ഇത് നമ്മുടെ പഴയ കൊച്ചിയൊന്നുമല്ല. നിനക്ക് ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്, ഞങ്ങൾക്കോ ജനിപ്പിച്ച തന്തയ്ക്കും തള്ളയ്ക്കും പോലും വേണ്ടാത്ത നമുക്ക് ആകെ ഉണ്ടായിരുന്ന അമ്മ മാത്ര. അമ്മ ഈ റോട്ടിൽ ചോര ഒലിച്ചു കിടന്ന് മരിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണം. അത്രേ ഭായ് പറഞ്ഞുള്ളൂ. മുരുക, അമ്മ കുടുംബം എന്നൊക്കെ പറഞ്ഞ് വെറുതെ സിനിമ ഡയലോഗ് അടിക്കല്ലേ. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസം കൂടെ നമ്മളിവിടെ ഇങ്ങനെ തന്നെ കാണും. അതിന് നീ പേടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട. നമസ്കാരം വക്കീലെ. ആ, ഇരിക്കൂ. ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഒരു ചെറിയ ടൂറിലായിരുന്നു. എന്റെ ഭായ് അതൊന്ന് വായിക്കേ. നിങ്ങൾ 4 പേർക്കുമായിട്ടാ തറവാടും കടലിനടുത്തുള്ള ആ പഴയ ഗോഡൌണും എഴുതി വെച്ചിരിക്കുന്നത്. അതായത് 4 പേർക്കും തുല്യാവകാശം. പക്ഷേ ഗോഡൌൺ ഇരിക്കുന്ന സ്ഥലത്തിന്റെ നടത്തിപ്പ് അവകാശം എഡ്ഡിക്കാണ്. എഡ്ഡി അവിടെ നടത്തുന്ന ബിസിനസിന്റെ ലാഭത്തിൽ 50% നിങ്ങൾക്കെല്ലാവർക്കും കൂടി. ബാക്കി 50% ടീച്ചർ നടത്തിപ്പോന്നിരുന്ന അനാഥ മന്ദിരത്തിനും.
ഇതാണ് വ്യവസ്ഥ. ഇറങ്ങാം. ആ, ഒരു കാര്യം മറന്നു. ആ, ബർത്ത് സർട്ടിഫിക്കറ്റാ. നിങ്ങളുടെ നമുക്കിതില്ല. കൊച്ചിയിൽ ഒരു ഹെറിറ്റേജ് ഹോട്ടൽ ഉണ്ടെങ്കിൽ സീസണുള്ള 6 മാസം കൊണ്ട് നല്ല കാശിങ് പോലും. ഹെറിറ്റേജ് ഹോട്ടലിന് ഇതിലും പറ്റിയൊരു സ്ഥലമുണ്ടോ? ഇവിടെയായിരിക്കും ലോബി, അവിടെ ട്രാവൽ ഡെസ്ക്, പിന്നെ ഈ മുറികളൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്യണം. പിന്നെ അവിടെ അവിടെ എന്താ പണിയാൻ പോകുന്നേ? അവിടെ ഒന്നും പണിയുന്നില്ല. അല്ല, എന്താ പരിപാടി? അവിടെ സ്വിമ്മിംഗ് പൂളിന് വേണ്ടിയുള്ള കാര്യത്തിനായിട്ട് കുളമൊക്കെ പിന്നെ കുത്താം. ഇപ്പൊ എന്താ പരിപാടി എന്നാ ചോദിച്ചു. സെലീനയും പിള്ളേരോട്ടൊന്ന് പള്ളിയിൽ പോകണം. ഓ, ഞങ്ങൾ ഏതായാലും കുറച്ച് പതുക്കേ ഉള്ളൂ. നീ വിട്ടോ. ശരി. കൊമ്പൻ സ്രാവുകൾ മുതൽ പൂഞ്ഞാട്ടി വരെ കിടന്ന് പുളയ്ക്കുന്ന ഈ കൊച്ചിയിൽ നമ്മളൊരാളെ അന്വേഷിക്കാന്ന് വെച്ചാൽ അത് കടലിൽ ചൂണ്ടയിടുന്ന ഏർപ്പാടായി പോകും. അതുകൊണ്ട് നമ്മൾ ആരെ അന്വേഷിക്കുന്നുവോ അവൻ നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. അതിന് ബെസ്റ്റ് സ്ത്രീകളാ. കലക്കി സതീശൻ. താങ്ക്സ്. ഈ ടീം ഏതാ? ആ, അതാ പുതിയ പിള്ളേരാ. അറുക പാർട്ടികളാ. മുരുക, പാർട്ടി കിടുക. എന്തേ എന്തേ